വെൽക്കം ടു CC Cyber Campus. എൻ്റെ പേര് ജിംന. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മെറ്റാ ബിസിനസ് യൂണിറ്റ്. മുന്നേ നമ്മൾ നമ്മുടെ അഡ്വർടൈസ്മെന്റ് ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്തിരുന്നതും, അതേപോലെ ഫേസ്ബുക്ക് പേജിന്റെ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്തിരുന്നതും, അതുപോലെ ഫേസ്ബുക്ക് പിക്സൽ, കാറ്റലോഗ് ഇതെല്ലാം മാനേജ് ചെയ്തിരുന്നത് ബിസിനസ് മാനേജർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടിയായിരുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള മെറ്റാ ബിസിനസ് യൂണിറ്റ്, അതിൻ്റെ അകത്താണ് ബിസിനസ് മാനേജറിന്റെ ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് business.facebook.com എന്ന് പറഞ്ഞ URL, അതായത് ലിങ്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ബിസിനസ് മാനേജർ എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് മെറ്റാ ബിസിനസ് യൂട്ടിലേക്കാണ് ഇത് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡാഷ്ബോർഡിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിന്റെ ഇൻസൈറ്റ്സ് ചെക്ക് ചെയ്യാനും, അതേപോലെ ഇൻബോക്സ് മാനേജ് ചെയ്യാനും, അങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജിന്റെ ഒരു 95% ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് മെറ്റാ ബിസിനസ് യൂട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡാഷ്ബോർഡിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഏത് പേജാണോ നമുക്ക് മാനേജ് ചെയ്യാനുള്ളത് ആ പേജിന് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഹോമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു ഫേസ്ബുക്ക് പേജിലേക്ക് നമ്മുടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ഫേസ്ബുക്ക് പേജിലേക്കാണോ അതോ ഇൻസ്റ്റാഗ്രാം പേജിലേക്കാണോ സൈമിൾട്ടേനിയസ്ലി നമുക്ക് രണ്ട് പേജിലേക്കും അതേപോലെ തന്നെ ഏത് പേജാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് പേജും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഡയറക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമുക്ക് ഇവിടെ നിന്ന് പോസ്റ്റ് സ്കെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യം നമുക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോയിലായിരുന്നു ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. നമുക്ക് എന്നാൽ മെറ്റാ ബിസിനസ് യൂട്ടിൽ നിന്ന് തന്നെ ഇപ്പം നമുക്ക് പോസ്റ്റുകൾ സ്കെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്ക് ഹോമിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഇവിടെ ഇനി നമുക്ക് ടു ഡു ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുള്ള മെസ്സേജസും അതേപോലെ തന്നെ കമന്റ്സും, അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ടുള്ള മെസ്സേജസ്, കമന്റ്സ്, അതേപോലെ തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ, അതെല്ലാം നമുക്ക് ഇവിടെ ടു ഡു ലിസ്റ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇവിടെ ഷോ ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം നിന്നും വരുന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. അത് നമുക്ക് ഇവിടെ നിന്ന് മാനേജ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാനിത് ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് കാണിക്കാത്തത്. നെക്സ്റ്റ് ഇൻബോക്സ് നമുക്ക് ഇവിടുന്ന് മാനേജ് ചെയ്യാം. നമുക്ക് മെസ്സഞ്ചറിൽ വന്നിട്ടുള്ള മെസ്സേജസും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള മെസ്സേജസും അതുപോലെ ഫേസ്ബുക്ക് കമന്റ്സും ഇൻസ്റ്റാഗ്രാം കമന്റ്സും അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇതിൽ തന്നെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഓപ്ഷൻ പ്ലാനർ ആണ്. അതെന്ന് വെച്ചാൽ നമ്മൾ സ്കെഡ്യൂൾഡ് പോസ്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. അതായത് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് എല്ലാം ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള കണ്ടന്റ്സ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ഒരു ഫീഡ് ആൻഡ് ഗ്രിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഫേസ്ബുക്കിൽ നമ്മൾ ഫീഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ളതും കാണിക്കും. നമുക്ക് ഇവിടെ നിന്ന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആഡ് ചെയ്യണം കേട്ടോ, ഇവിടെ നിന്ന് കണക്ട് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഇവിടെ നിന്നെല്ലാം നമുക്ക് സൈമിൾട്ടേനിയസ്ലി രണ്ട് പേജസും, അതായത് ഇൻസ്റ്റാഗ്രാമും അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജും നമുക്ക് ഇവിടെ നിന്ന് തന്നെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആഡ്സ് ആണ്. ആഡ്സിലാണെങ്കിൽ നമ്മൾ ഈ ഒരു പേജിലേക്ക് വന്നിട്ടുള്ള പേജിൽ ചെയ്തിട്ടുള്ള ക്യാമ്പയിൻസ് എല്ലാം നമുക്ക് ഇവിടുന്ന് ഷോ ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് കാണിക്കും. അങ്ങനെ അതാണ് ആഡ്സിന്റെ കാര്യങ്ങൾ. ഇപ്പോൾ റൺ ചെയ്തിട്ടുള്ള ആഡ്സ് എല്ലാം ആഡ് ക്യാമ്പയിൻസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പേജിന്റെ ഫുള്ളി ഇൻസൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതായത് ഏത് പേജിന്റെ റീച്ച്, അതേപോലെ നമുക്ക് ഓഡിയൻസ് വെച്ചിട്ടുള്ളത്, എത്ര പേജ് ഫോളോവേഴ്സ്, ഏജ് ആൻഡ് ജെൻഡർ വെച്ചിട്ടുള്ള, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ കംപ്ലീറ്റ് ഈ ഫേസ്ബുക്കിന്റെ പേജ് ഇൻസൈറ്റ്സ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. റിസൾട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് റീച്ച് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഓഡിയൻസ് എന്നുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അത് ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് നമുക്ക് വന്നിട്ടുള്ളത്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്, ഏത് ജെൻഡറിലുള്ള ആൾക്കാരാണ്, പിന്നെ ടോപ്പ് ടൗൺസ്, സിറ്റീസ്, കൺട്രീസ്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്, അതേ ജെൻഡർ ആണ്, ഏത് തരത്തിലുള്ള ഓഡിയൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ബെഞ്ച് മാർക്കിംഗ് എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ ബെഞ്ച് മാർക്കിങ്ങിൽ നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണോ അവരായിട്ടൊന്ന് മാച്ചപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ആ ഒരു പേജിനെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമുക്ക് ബെഞ്ച് മാർക്കിംഗ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് വരുന്നത്.
നെക്സ്റ്റ് ഓൾ ടൂൾസ് എന്നുള്ള ഓപ്ഷൻ ആണ്. ഇത് കുറച്ചുകൂടെ ഫീച്ചേർഡ് ആണ്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഓപ്ഷൻസ് നമുക്ക് ഇതിലുണ്ട്, അല്ലാത്ത വന്നിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചും കൂടി ഫീച്ചർ റീച്ച് ആണ് ഇത്. അപ്പോൾ ഇതാണ് നമ്മൾ ഓവറോൾ നമുക്കൊരു ഫേസ്ബുക്ക് മെറ്റ ബിസിനസ് സ്യൂട്ടിന്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു ഫേസ്ബുക്ക് പേജിനെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിനെയും സൈമൾട്ടേനിയസ്ലി നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയൊക്കെയാണ് നമുക്ക് മെറ്റ ബിസിനസ് സ്യൂട്ടിൽ വരുന്ന ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ മോർ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.